എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. കേരള സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന RATTCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൃഷി പാഠശാലയുടെ 25ാമത്തെ സെഷൻ ആണ് ഇന്ന് നടക്കുന്നത്. ഈ പരിശീലനത്തിൽ വഴുതന വർഗ പച്ചക്കറി വിളകളുടെ കൃഷി പരിപാലനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മഞ്ജു തോമസ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. വഴുതന വർഗ പച്ചക്കറി വിളകളെ കുറിച്ച് പറയുമ്പോൾ ഈ കുടുംബത്തില് അല്ലെങ്കിൽ വഴുതന വർഗ വിളകളില് വാണിജ്യ പ്രാധാന്യമുള്ള പച്ചക്കറി വിളകളാണ് മുളക്, വഴുതന, തക്കാളി. ഇവയാണ് പ്രധാനപ്പെട്ട പച്ചക്കറി വിളകൾ. അപ്പം ഈ വിളകളിലെ പ്രധാനപ്പെട്ട ഇനങ്ങള്, അവയുടെ നടീൽ സമയം മുതലായ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. മുളകിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുളകിന്റെ പ്രധാനപ്പെട്ട ഇനങ്ങൾ നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ജ്വാലമുഖി, ജ്വാലസഖി, ഉജ്ജ്വല, അനുഗ്രഹ, വെള്ളായണി അതുല്യ, വെള്ളായണി സമൃദ്ധി മുതലായവ. അപ്പം മുളകിനെ സംബന്ധിച്ച് പറയുമ്പോൾ മുളകിന് കൃഷി ചെയ്യാൻ മഴയെ ആശ്രയിച്ച് നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മെയ് ജൂൺ മാസങ്ങൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. എന്നാൽ ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മുളക് കൃഷി ചെയ്യുമ്പോൾ, ജലസേചന സൗകര്യത്തോടെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ മുളക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. 1 സെന്റ് സ്ഥലത്ത് നമുക്ക് മുളക് കൃഷി ചെയ്യുന്നതിന് 4 ഗ്രാം വിത്ത് ആവശ്യമായിട്ട് വരും. അതായത് 40 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് മുളക് കൃഷി ചെയ്യുന്നതിന് 4 ഗ്രാം വിത്ത് ആവശ്യമായിട്ട് വരും. ഇനി വഴുതനയിലേക്ക് വരുമ്പോൾ, വഴുതന, കത്തിരി, ഇതിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഇനങ്ങള് സൂര്യ, ശ്വേത, ഹരിത, നീലിമ മുതലായ ഇനങ്ങളാണ്. ഇത് നമുക്ക് ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കൃഷി ചെയ്യാം. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോൾ മെയ് ജൂൺ മാസങ്ങളിലാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. 1 സെന്റ് സ്ഥലത്ത് വഴുതന അല്ലെങ്കിൽ കത്തിരി കൃഷി ചെയ്യുന്നതിന് നമുക്ക് 2 ഗ്രാം വിത്ത് ആവശ്യമായിട്ട് വരും. ഇനി തക്കാളിയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഇനങ്ങള് ശക്തി, മുക്തി, അനഘ, അതുപോലെ വെള്ളായണി, വിജയ് തുടങ്ങിയ ഇനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ തക്കാളി കൃഷി ചെയ്യാനായിട്ട് ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ് അനുയോജ്യമായിട്ടുള്ളത്. 1 സെന്റ് സ്ഥലത്ത് നമുക്ക് തക്കാളി കൃഷി ചെയ്യുന്നതിന് 2 ഗ്രാം വിത്ത് ആവശ്യമായിട്ട് വരും. ഇനി നമുക്കറിയാം വഴുതന വർഗ വിളകളെല്ലാം തന്നെ നമ്മൾ തൈകള് നഴ്സറിയിൽ വളർത്തിയതിന് ശേഷം ഒരു 25 ദിവസം പാകമാകുമ്പോൾ കൃഷിയിടത്തിലേക്ക് ഇളക്കി മാറ്റി നടുന്ന പതിവാണ് നമുക്കുള്ളത്. ഇന്നിപ്പോഴും വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രോട്രേ നഴ്സറികളാണ്. അപ്പം 1 സെന്റ് സ്ഥലത്ത് നടാനായിട്ട് നമുക്ക് ഏകദേശം മുളക് നടാനായിട്ട് നമുക്ക് 198 ചെടികൾ ആവശ്യമായിട്ട് വരും. മുളക് നമ്മൾ 45 സെന്റിമീറ്റർ, അതായത് 1.5 അടി ഇടയകലം നൽകിയാണ് മുളക് കൃഷി ചെയ്യുന്നത്. അതായത് വരികൾ തമ്മിലും ഓരോ വരിയിലെയും നിരകൾ തമ്മിലും 1.5 അടി ഇടയകലം നൽകിയാണ് നമ്മൾ മുളക് കൃഷി ചെയ്യുന്നത്. 1 സെന്റ് സ്ഥലത്ത് നമുക്ക് മുളക് കൃഷി ചെയ്യുന്നതിന് 198 ചെടികളാണ് വേണ്ടി വരുന്നത്. ഇനി വഴുതനയും കത്തിരിയും ഒക്കെ ആകുമ്പോൾ നമ്മൾ കൃഷിയിടത്തിലേക്ക് തൈകള്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 25 ദിവസം 30 ദിവസം പ്രായമാകുമ്പോൾ തൈകള് കൃഷിയിടത്തിലേക്ക് നമുക്ക് ഇളക്കി നടാം. തൈകൾ നടുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഇടയകലം എന്ന് പറയുന്നത് വരികൾ തമ്മിൽ 2.5 അടി ഇടയകലവും ഓരോ വരികളിലെയും ചെടികൾ തമ്മിൽ 2 അടി ഇടയകലവും നൽകിയാണ് നമ്മൾ വഴുതന കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ 1 സെന്റ് സ്ഥലത്ത് നമുക്ക് ഏകദേശം 89 ചെടികൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും.
തക്കാളി വരുമ്പോൾ നമ്മൾ തക്കാളി കൃഷിയിടത്തിലേക്ക് ഇളക്കി നടുമ്പോൾ വരികൾ തമ്മിലും ഓരോ വരികളിലെയും ചെടികൾ തമ്മിലും 2 അടി ഇടയകലമാണ് കൊടുക്കുന്നത്. 1 സെന്റ് സ്ഥലത്ത് നമുക്ക് 111 ചെടികൾ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞത് കൂടാതെ ചില അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഒരു അത്യുൽപാദന ശേഷിയുള്ള മുളകിന്റെ ഇനമാണ് കീർത്തി. ഇത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത ഇനമാണ്. ഇത് മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് ശേഷിയുള്ള മുളകിന്റെ ഇനമാണ്. ഇതുകൂടാതെ അത്യുൽപാദന ശേഷിയുള്ള ചില ഹൈബ്രിഡ് ഇനങ്ങളും നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഹൈബ്രിഡ് ഇനങ്ങളായിട്ടുള്ള ബുള്ളറ്റ്, അതുപോലെ സിയാറ തുടങ്ങിയ ഇനങ്ങൾ നമ്മുടെ ഇവിടെ കൃഷി ചെയ്തു വരുന്ന ഇനങ്ങളാണ്. ഇനി തക്കാളിയിൽ വരുമ്പോൾ തക്കാളിയിൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് മനുപ്രഭ. ഇത് കേരള കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്തതാണ്. അതുപോലെ മനുലക്ഷ്മി. ഈ മനുപ്രഭ, മനുലക്ഷ്മി തുടങ്ങിയ ഇനങ്ങൾ ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് ശേഷിയുള്ള ഇനങ്ങളാണ്. ഇനിയും തക്കാളിയുടെ ഹൈബ്രിഡ് ഇനങ്ങളായിട്ടുള്ള മീര, ശിവം തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും നമ്മുടെ സാഹചര്യത്തിൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. നമ്മൾ ഇനിയും കൃഷി രീതികളിലേക്ക് പോകുവാണ്. ഇപ്പൊ കൃഷിക്ക് ഒരു വഴുതന വർഗ പച്ചക്കറികൾ എന്നല്ല, ഏത് പച്ചക്കറി വിളകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലം ഒരുക്കുന്ന രീതി. അപ്പം കൃഷി ആരംഭിക്കുന്നതിന് ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ കൃഷിയിടം കിളച്ച് കളകളൊക്കെ നീക്കം ചെയ്ത് നിരപ്പാക്കുക. നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ മണ്ണിൽ കുമ്മായം പ്രയോഗിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ മണ്ണ് ഒരു മിക്ക സ്ഥലങ്ങളിലെ മണ്ണ് നല്ല അമ്ല സ്വഭാവമുള്ള മണ്ണാണ്, അല്ലെങ്കിൽ പുളിപ്പുള്ള മണ്ണാണ്. പുളിപ്പിന്റെ തോത് നമ്മൾ pH എന്ന് പറയുന്ന pH വെച്ചാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു pH 4.5 മുതൽ 6 വരെയുള്ള റേഞ്ചിൽ നിൽക്കുന്ന മണ്ണാണ് നമ്മുടെ കേരളത്തിൽ ഒരു 70% ഭാഗത്തും ഉള്ളത്. അപ്പം ഈ പുളിപ്പുള്ള മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കുന്നതിനാണ് നമ്മൾ മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പ്രയോഗിക്കാനായിട്ട് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കുക. രണ്ടാമതായിട്ട് ഒരു സെന്റ് സ്ഥലത്ത്, അപ്പൊ നിങ്ങൾക്ക് മണ്ണ് പരിശോധിക്കാനായിട്ടുള്ള സൗകര്യമുണ്ടെങ്കിൽ മണ്ണ് പരിശോധിപ്പിച്ച് മണ്ണിന്റെ pH മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസൃതമായിട്ട് കുമ്മായം പ്രയോഗിക്കുക. ഇപ്പൊ കുമ്മായം ഇല്ല, നിങ്ങൾ മണ്ണ് പരിശോധിപ്പിക്കാനുള്ള ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞാൽ ഞാൻ പറവോട്ടുകോണത്ത് കൃഷി വകുപ്പിന് കീഴിൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കീഴിൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് മണ്ണ് പരിശോധിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി മണ്ണ് പരിശോധിപ്പിക്കാതെ നിങ്ങൾ കുമ്മായം പ്രയോഗിക്കുമ്പോൾ നമുക്കൊരു ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ ആയിട്ട് നമുക്ക് ഒരു സെന്റ് സ്ഥലത്ത് അല്ലെങ്കിൽ 40 ചതുരശ്ര മീറ്റർ സ്ഥലത്ത് 2 കിലോഗ്രാം കുമ്മായം പ്രയോഗിക്കാം. അതുപോലെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് മണ്ണില് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അടിവളമായിട്ട് നൽകണം. അപ്പം നിലം ഒരുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മണ്ണിൽ കുമ്മായം ചേർക്കുക, അതുപോലെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടി, ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി നൽകുക. അപ്പം പലപ്പോഴും കുമ്മായ പ്രയോഗത്തിൽ കർഷകരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലൊരു ഉപേക്ഷ കാണിക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങോട്ട് കൃഷിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് മണ്ണിന്റെ ഈ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കണം എന്ന് പറയുന്നത്? നമ്മുടെ പുളിപ്പുള്ള മണ്ണില് അല്ലെങ്കിൽ അമ്ലതയുള്ള മണ്ണില് പോഷകങ്ങളുടെ ലഭ്യത തടസ്സപ്പെടുന്നുണ്ട് ചെടികൾക്ക്. അപ്പം പല മൂലകങ്ങൾ, പൊതുവെ ഈ അമ്ല സ്വഭാവമുള്ള മണ്ണില് കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ഉപമൂലകങ്ങളുടെ അഭാവം ഉണ്ട്.
അതുപോലെ നമുക്കറിയാം നമ്മുടെ മണ്ണിൽ എപ്പോഴും നിങ്ങൾ കേൾക്കുന്നുണ്ടാകും ആവശ്യത്തിന് ഫോസ്ഫറസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും ഈ ഫോസ്ഫറസ് നമ്മുടെ അമ്ലതയുള്ള മണ്ണിൽ ചെടികൾക്ക് ഉപയുക്തമല്ലാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതും ഈ അമ്ല സ്വഭാവമുള്ള മണ്ണിന്റെ ഒരു ന്യൂനതയാണ്. പിന്നെ ചില മൂലകങ്ങൾ, അലൂമിനിയം, മാംഗനീസ് തുടങ്ങിയ മൂലകങ്ങൾ കൂടുതലായിട്ട് വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലേക്ക് കാണപ്പെടുന്നു. അതുകൊണ്ട് ഇതിന്റെ ലഭ്യത കൂടുമ്പോഴേ ഇതൊരു വിഷാവസ്ഥയ്ക്ക്, ഒരു ടോക്സിസിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാല് ചെടികളുടെ വളർച്ചയ്ക്ക് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ചില ഘടകങ്ങൾ അമ്ല സ്വഭാവമുള്ള മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നൈട്രജൻ അകിരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പുളിപ്പുള്ള മണ്ണില് അല്ലെങ്കിൽ അമ്ല സ്വഭാവമുള്ള മണ്ണില് നൈട്രജൻ അകിരണം തടസ്സപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ ജൈവ വളങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഇവ വിഘടിച്ച് ഇവയിൽ നിന്നുള്ള പോഷക ലഭ്യത തടസ്സപ്പെടുന്നുണ്ട്. അങ്ങനെ ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത കുറേ സാഹചര്യങ്ങൾ പുളിപ്പുള്ള മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മണ്ണിന്റെ പുളിപ്പ് അല്ലെങ്കിൽ അമ്ലത ക്രമീകരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ കൃഷി ആരംഭിക്കുമ്പോൾ തന്നെ, നിലമൊരുക്കുന്ന സമയത്ത് തന്നെ മണ്ണിന്റെ പുളിപ്പ് ക്രമീകരിക്കാനായിട്ട് മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കണം. അപ്പൊ ഇത് ചേർക്കുമ്പോൾ നമുക്ക് മണ്ണിന്റെ സ്ട്രക്ചർ, മണ്ണിന്റെ ഘടന തന്നെ ഈ കുമ്മായ പ്രയോഗത്തിലൂടെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ ജൈവ വളങ്ങളുടെ വിഘടനം നമുക്ക് എളുപ്പത്തിൽ നടക്കും. അതുപോലെ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ അകിരണം പിന്നെ പയർവർഗ്ഗ വിളകളും ബയോ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജൻ അകിരണം കാര്യക്ഷമമായിട്ട് നടക്കും. അതുപോലെ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കും. അപ്പം അങ്ങനെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം മണ്ണിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുമ്മായ പ്രയോഗത്തിലൂടെ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മണ്ണ് പരിശോധിപ്പിക്കാനുള്ള സൗകര്യമുണ്ടെങ്കിൽ മണ്ണ് പരിശോധിപ്പിച്ച് pH മനസ്സിലാക്കിയതിന് ശേഷം ആ ശുപാർശയ്ക്ക് അനുസൃതമായിട്ട് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കുക. അല്ല ഒരു ബ്ലാങ്കറ്റ് റെക്കമെൻഡേഷൻ എന്നുള്ള തോതിൽ പറയുമ്പം 1 സെന്റ് സ്ഥലത്ത് നമുക്കൊരു 2 മുതൽ 2.5 കിലോഗ്രാം വരെ കുമ്മായം പ്രയോഗിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പച്ചക്കറി വിളകൾക്കായിട്ട് നിലമൊരുക്കുമ്പോൾ കുമ്മായം പ്രയോഗിക്കുമ്പോൾ കുറഞ്ഞതൊരു 2 ആഴ്ച ഇടവേള, അതായത് രാസവള പ്രയോഗവുമായിട്ട് കുറഞ്ഞതൊരു 2 ആഴ്ച ഇടവേള കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ രണ്ടാമതായിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, കൃഷി ആരംഭിക്കുന്ന സമയത്ത് അടിവളമായിട്ട് ട്രൈക്കോഡെർമ പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ്. അതായത് ചാണകപ്പൊടി ട്രൈക്കോഡെർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച് പ്രയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം ട്രൈക്കോഡെർമ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമായിരിക്കും. ട്രൈക്കോഡെർമ ഒരു മിത്രകുമിളാണ്. ചെടികളുടെ വേര് പടലത്തിന് ചുറ്റുമുള്ള മണ്ണിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഒരു മിത്രകുമിളാണ് ട്രൈക്കോഡെർമ. പലപ്പോഴും നമ്മൾ ട്രൈക്കോഡെർമയെ മനസ്സിലാക്കിയിട്ടുള്ളത് ചെടികളെ ബാധിക്കുന്ന മണ്ണിലുള്ള രോഗകാരികളായിട്ടുള്ള കുമിളുകൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു മിത്രകുമിളായിട്ടാണ് ട്രൈക്കോഡെർമയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിലുപരിയായിട്ട് ഈ ട്രൈക്കോഡെർമ മറ്റ് പല പ്രയോജനം നമ്മുടെ വിളകൾക്ക് ചെയ്യും. മണ്ണിലുള്ള പല മൂലകങ്ങളെയും വെള്ളത്തിൽ ലയിപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ഈ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള കഴിവ് ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അത് മാത്രമല്ല, ട്രൈക്കോഡെർമ ചെടികളുടെ മണ്ണിന്റെ വളക്കൂറ് അല്ലെങ്കിൽ മണ്ണിന്റെ ഒരു ആരോഗ്യം നിലനിർത്തുന്നതിൽ വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ കാലങ്ങളായിട്ട് കീടനാശിനികളും രാസവസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് മലിനപ്പെടുത്തിയ മണ്ണിന്റെ അപൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ ഈ ട്രൈക്കോഡെർമയുടെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് സാധ്യമാകുന്നു എന്നുള്ളതാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ചെടികളുടെ ആദ്യകാലത്ത്, അതായത് തൈ ചെടികളുടെ വളർച്ചയ്ക്ക്, ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്ക് വളരെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിത്രകുമിളാണ്. ദീർഘകാലം നീണ്ടു നിൽക്കത്തക്ക രീതിയിൽ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനുള്ള കഴിവും ട്രൈക്കോഡെർമയ്ക്കുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മിത്രകുമിളാണ് ട്രൈക്കോഡെർമ. കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ ട്രൈക്കോഡെർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അടിവളമായിട്ട് നൽകുക.
അപ്പം എങ്ങനെയാണ് ട്രൈക്കോഡർമ ഉപയോഗിച്ച് ചാണകപ്പൊടി സമ്പുഷ്ടീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിലാണ് നമ്മൾ ട്രൈക്കോഡർമ വളർത്തുന്നത്. അപ്പം 9 ഭാഗം ചാണകപ്പൊടിക്ക് 1 ഭാഗം വേപ്പിൻ പിണ്ണാക്ക് എന്ന തോതിൽ നമ്മൾ ഒരു മിശ്രിതം തയ്യാറാക്കുക. ഇപ്പം ഒരു 100 കിലോ മിശ്രിതം തയ്യാറാക്കുമ്പോൾ 90 കിലോ ചാണകപ്പൊടി, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്. അപ്പൊ ഈ രീതിയിൽ ഒരു മിശ്രിതം തയ്യാറാക്കുക. 100 കിലോ മിശ്രിതത്തിന് ഒരു 2 കിലോ ട്രൈക്കോഡർമ കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഇപ്പൊ 10 കിലോ മിശ്രിതമാണ് ആവശ്യമെങ്കിൽ അതിനാനുപാതികമായിട്ട് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ട്രൈക്കോഡർമയും ഇടയും തോത് നമുക്ക് കുറയ്ക്കാം. അപ്പൊ ഞാനൊരു 100 കിലോ വളക്കൂട്ട് തയ്യാറാക്കുന്നതിനുള്ള തോതാണ് പറയുന്നത്. 90 കിലോ ചാണകപ്പൊടി, 10 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 2 കിലോ ട്രൈക്കോഡർമ. ഇത് ഇത്രയും കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അല്പം ഈർപ്പത്തിൽ കൂട്ടി യോജിപ്പിക്കണം. അതായത് വെള്ളം തളിച്ച് ചെറിയ ഈർപ്പം നിലനിൽക്കത്തക്ക രീതിയിൽ ഈ 3 വസ്തുക്കൾ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ പറഞ്ഞ അളവിൽ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നനഞ്ഞ ചണച്ചാക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഉപയോഗിച്ച് ഈ മിശ്രിതം മൂടിയിടുക. ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ ഈ മൂടി നീക്കം ചെയ്ത് നോക്കുമ്പോൾ വെളുത്ത നിറത്തിലോ പച്ച നിറത്തിലോ ട്രൈക്കോഡർമ എന്ന് പറയുന്ന കുമിളിന്റെ പൂപ്പല് ഈ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ പടർന്ന് വളരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം വീണ്ടും ഈ മിശ്രിതം ഇളക്കി കൂട്ടുക. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഈ മിശ്രിതത്തിൽ നിന്ന് ഈർപ്പം വിട്ടുപോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് ചെറിയ ഈർപ്പത്തിൽ മിശ്രിതം ഇളക്കി കൂട്ടുക. വീണ്ടും മൂടിയിടുക. ഇങ്ങനെ ഈ മിശ്രിതം ഒരു 10-12 ദിവസം മൂടിയിടുമ്പോൾ ഈ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ ട്രൈക്കോഡർമ നന്നായിട്ട് പടർന്ന് വളർന്നിട്ടുണ്ടാകും. അപ്പൊ ഒരു 2-3 ദിവസം ഇടവിട്ട് മിശ്രിതം ഇളക്കി കൂട്ടണം. അപ്പൊ ഇങ്ങനെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വളർത്തിയെടുത്ത ട്രൈക്കോഡർമയാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് ഒരു 150 മുതൽ 200 ഗ്രാം എന്നുള്ള തോതിൽ ഓരോ ചെടിയുടെ ചുവട്ടിലും അടിവളമായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഈ ട്രൈക്കോഡർമ കൊടുത്താൽ നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന, കൃഷിക്കുണ്ടാകുന്ന പ്രയോജനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. മണ്ണിലുള്ള രോഗകാരികളായിട്ടുള്ള കുമിളുകൾ മൂലം ചെടികൾക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഇതിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ രോഗലക്ഷണങ്ങൾ കണ്ടതിന് ശേഷം ട്രൈക്കോഡർമ പ്രയോഗിച്ചാൽ നമുക്കതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ അടിവളമായിട്ട് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുക്കുക. അപ്പം ഒരു കാര്യവും കൂടെ നമുക്ക് നോക്കി മുന്നോട്ട് പോകാം. എങ്ങനെയാണ് ഈ ട്രൈക്കോഡർമ ചെടികൾക്ക് രോഗപ്രതിരോധം നൽകുന്നത്? ട്രൈക്കോഡർമ മണ്ണിലുള്ള രോഗകാരികളായിട്ടുള്ള കുമിളുകളുമായിട്ട് മത്സരിക്കും. അവയ്ക്ക് വേണ്ടി പോഷകങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സ്ഥലത്തിന് വേണ്ടിയും ഒക്കെ മത്സരിക്കും. അതുപോലെ ഇത് ചില ആന്റിബയോട്ടിക്കുകളും ടോക്സിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ട്രൈക്കോത്തസിൻ, ട്രൈക്കോഡർമിൻ എന്നൊക്കെ പറയുന്ന ചില ആന്റിബയോട്ടിക്കുകളും ടോക്സിൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഈ ട്രൈക്കോഡർമയുടെ തന്തുക്കള് രോഗകാരികളായിട്ടുള്ള കുമിളുകളുടെ തന്തുക്കളുടെ മുകളിൽ പടർന്ന് വളർന്ന് അവയെ ലയിപ്പിച്ചു കളയും. അപ്പം ഇത് നമ്മൾ ട്രൈക്കോഡർമ രോഗകാരികളായിട്ടുള്ള കുമിളുകൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ തന്നെ മണ്ണിൽ ട്രൈക്കോഡർമ ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് രോഗകാരികളായിട്ടുള്ള കുമിളുകളുടെ പ്രവർത്തനത്തെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് നമ്മൾ പച്ചക്കറി കൃഷിയിൽ അടിവളമായിട്ട് ട്രൈക്കോഡർമ ഉപയോഗിച്ച് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി പ്രയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മൾ പച്ചക്കറി വിളകൾ ഏത് കൃഷി ചെയ്താലും നമ്മൾ അടിവളമായിട്ട് ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം ഏത് കൃഷി, നമ്മുടെ കൃഷി എന്ത് തരത്തിലുള്ള കൃഷിയാണെങ്കിലും, അത് ജൈവ രീതിയിലുള്ള കൃഷിയാണെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൃഷിയാണെങ്കിലും സംയോജിത രൂപത്തിലുള്ള കൃഷിയാണെങ്കിലും നമ്മുടെ കൃഷി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിയിടം എപ്പോഴും ജൈവ സമ്പുഷ്ടമാക്കി സൂക്ഷിക്കണം. ജൈവാംശമുള്ള മണ്ണിലെ ആരോഗ്യത്തോടെ ചെടികൾ വളരും. ആദായകരമായിട്ട് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എന്താണ് ഈ ജൈവ വള പ്രയോഗത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കൃഷിയിടങ്ങളിൽ, നമ്മുടെ വീടിന് സമീപത്തുള്ള കൃഷിയിടങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ നല്ല ജൈവാംശമുള്ള മണ്ണ് എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
എപ്പോഴും മണ്ണിന് ഒരു നല്ല ഇളക്കം ഉണ്ടായിരിക്കും, മണ്ണിന് നല്ല ഘടനയായിരിക്കും. അത് മണ്ണിന് നല്ല ഇളക്കം എന്ന് പറഞ്ഞാല് മണ്ണിന് നല്ല വായുസഞ്ചാരമുണ്ട്, മണ്ണിന് എന്താ പറയുന്ന മണ്ണിന്റെ ഘടന മെച്ചപ്പെട്ടതാണ്. പിന്നെ ഏത് വേനൽക്കാലത്ത് നമ്മൾ ആ മണ്ണ് എടുത്തു നോക്കിയാലും മണ്ണിൽ ഒരു ചെറിയ അല്പം ഈർപ്പം അവശേഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് മണ്ണിന് ഈർപ്പത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ശേഷിയുണ്ട്. അപ്പൊ ജൈവാംശമുള്ള മണ്ണ് സ്പോഞ്ച് പോലാണെന്ന് പറയുന്നത്. സ്പോഞ്ചിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ ഈർപ്പത്തെ ആഗിരണം ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട്. ഇനി ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു വർഷം ശരാശരി ഒരു 6 മാസം മഴ ലഭിക്കുന്നുണ്ട്. ഇടവപ്പാതിയും തുലാമഴയും വേനൽ മഴയും ഇതൊക്കെ ആയിട്ട് നമുക്ക് വർഷത്തിൽ ഒരു 6 മാസം മഴ ലഭിക്കുന്നുണ്ട്. പക്ഷെ മഴ മാറി ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ മണ്ണിന് ഉണക്ക് പിടിക്കുന്നു. അതായത് മണ്ണിന് ഈർപ്പത്തെ പിടിച്ചു നിർത്താനായിട്ടുള്ള ശേഷിയില്ല. അപ്പം ഇതിനൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് മണ്ണിന്റെ ജൈവാംശം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല, ജൈവാംശമുള്ള മണ്ണിൽ മാത്രമേ സൂക്ഷ്മാണുക്കൾ പ്രവർത്തനക്ഷമമാകത്തുള്ളൂ. അപ്പം ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്താണ് ഈ സൂക്ഷ്മാണുക്കളുടെ ആവശ്യം? സൂക്ഷ്മാണുക്കൾ പ്രവർത്തനക്ഷമമാകേണ്ടുന്നതിന്റെ ആവശ്യം എന്താണ് മണ്ണിൽ? അപ്പൊ മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, അത് ജൈവവളമാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും, ഇതൊന്നും ചെടിക്ക് ആ രൂപത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ മണ്ണിൽ നമ്മൾ മണ്ണിലുള്ള വളങ്ങളാണെങ്കിലും നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന പോഷകങ്ങളാണെങ്കിലും ഇത് ചെടിക്ക് ഉപയുക്തമായിട്ടുള്ള രീതിയിൽ പാകപ്പെടുത്തുന്നത് മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളാണ്. അപ്പം മണ്ണിൽ സൂക്ഷ്മാണുക്കൾ പ്രവർത്തനക്ഷമമായെങ്കിൽ മാത്രമേ മണ്ണിൽ നിന്നുള്ള പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാകത്തുള്ളൂ. അപ്പം ഈ സൂക്ഷ്മാണുക്കൾ പ്രവർത്തനക്ഷമമാകണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവാംശം വേണം. ജൈവാംശമുള്ള മണ്ണിൽ നിന്ന് മാത്രമേ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിക്കത്തുള്ളൂ. സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാകത്തുള്ളൂ. അപ്പം നമ്മുടെ കൃഷിയിടങ്ങളിലെ മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കി സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എന്തൊക്കെ ജൈവ വളങ്ങൾ മണ്ണിൽ പ്രയോഗിക്കും? സാധാരണ നമ്മൾ കൃഷിയിൽ പ്രയോഗിക്കുന്ന ജൈവ വളങ്ങളാണ് ചാണകപ്പൊടി, കമ്പോസ്റ്റ് മുതലായവ. ഇപ്പൊ ചാണകപ്പൊടി നമ്മൾ പണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കമ്പോസ്റ്റ്, പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളുടെയും കൃഷിയിടങ്ങളിലും ഒക്കെ നമുക്കൊരു കമ്പോസ്റ്റ് കുഴി ഉണ്ടായിരുന്നു. നമ്മുടെ കൃഷിയിടങ്ങളിലെയും അതുപോലെ വീട്ടിലെയും ജൈവ മാലിന്യങ്ങൾ ഈ കമ്പോസ്റ്റ് കുഴിയിൽ നിക്ഷേപിച്ച് വളമാക്കി കൃഷിയിടങ്ങളിൽ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പൊ കമ്പോസ്റ്റ് കൃഷിക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ജൈവ വളമാണ്. ഇനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് എല്ലുപൊടി. എല്ലുപൊടി പ്രധാനമായിട്ടും ചെടികൾക്ക് വേണ്ടുന്ന പ്രധാന മൂലകങ്ങളിൽ ഒന്നായ ഫോസ്ഫറസിന്റെ ഒരു സ്രോതസ്സാണ്. അപ്പം 21% ഫോസ്ഫറസ് ആണ് എല്ലുപൊടിയിൽ ഉള്ളത്. ഇനി അത് കൂടാതെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ പിണ്ണാക്കുകൾ, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, കൊപ്ര പിണ്ണാക്ക്, ഇതൊക്കെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കോഴി വളർത്തുന്നവർക്ക് അല്ലെങ്കിൽ കോഴിവളം വാങ്ങാനായിട്ട് കിട്ടുന്നവർക്ക് കോഴിവളം ഉപയോഗിക്കാം, മീൻവളം ഉപയോഗിക്കാം, ആട്ടുംകാരം അല്ലെങ്കിൽ ആട്ടുംകാഷ്ടം ഉപയോഗിക്കാം. ആട്ടുംകാഷ്ടം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആട്ടുംകാഷ്ടം അങ്ങനെ തന്നെ കൃഷിയിടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ചെടികൾക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ആട്ടുംകാരം കൂട്ടിയിട്ട് അല്പം കുമ്മായം വിതറി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു കിട്ടും. ഇത് നമുക്ക് കൃഷിയിടത്തിൽ ജൈവവളമായിട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നല്ല ചൂടുള്ള വസ്തുക്കളാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ജലസേചന സൗകര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പൊ ഇതിൽ ഏത് ഉപയോഗിക്കണമെന്നില്ല. ഇത് നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ സാമ്പത്തികത്തിനും അനുസരിച്ചൊക്കെ നമുക്ക് ഈ ജൈവവളങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൃഷിയിടം ജൈവ സമ്പുഷ്ടമാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജൈവ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണിൽ നിന്ന് മാത്രമേ ചെടികൾക്ക് പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പച്ചക്കറി കൃഷി പ്രധാനമായിട്ടും 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടുവളപ്പിലെ ചെറു കൃഷിയിടങ്ങളിൽ
ഉള്ള കൃഷി, പച്ചക്കറി കൃഷിയും അതുപോലെ വാണിജ്യ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള കൃഷിയും പച്ചക്കറി കൃഷിയും നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം വീട്ടുവളപ്പിലെ ചെറു കൃഷിയിടങ്ങളിൽ പ്രധാനമായിട്ടും ആളുകൾ ജൈവ വളങ്ങളും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. അവിടെ കാര്യമായിട്ടുള്ള രാസവളങ്ങളോ രാസവസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാറില്ല. പിന്നെ അപൂർവം ചില അവസരങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ പോലും കൂടുതലും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഈ ചെറു കൃഷിയിടങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പം ചെറു കൃഷിയിടങ്ങളിൽ വഴുതന വർഗ പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുമ്പോൾ ഏത് രീതിയിലാകണം നമ്മുടെ ജൈവ വളപ്രയോഗം എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെറു കൃഷിയിടങ്ങളിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മൾ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ അടിവളമായിട്ട് കുറച്ച് ജൈവവളങ്ങളൊക്കെ നൽകി കൃഷി തുടങ്ങും, പിന്നെ കാര്യമായിട്ടുള്ള വളപ്രയോഗം ഉണ്ടാകാറില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ആവശ്യത്തിന് കരുത്തുണ്ടാകത്തില്ല, അതുപോലെ നമുക്ക് കാര്യമായിട്ടുള്ള വിളവും ലഭിക്കാറില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജൈവ രീതിയിലാണെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൃഷിയാണെങ്കിലും വളപ്രയോഗം ആദായകരമായിട്ടുള്ള വിളവ് ലഭിക്കണമെങ്കിൽ വളപ്രയോഗം അത്യാവശ്യമാണ്. അപ്പൊ ജൈവ രീതിയിലുള്ള കൃഷിയാണെങ്കിലും 8 മുതൽ 10 ദിവസം ഇടവിട്ട് മേൽവളമായിട്ട് ജൈവ വളങ്ങൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം പശുവിനെ വളർത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചാണകം കൊടുക്കാം, ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളവരാണെങ്കിൽ ബയോഗ്യാസ് സ്ലറി കൊടുക്കാം. അപ്പൊ ചാണകവും ബയോഗ്യാസ് സ്ലറിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഇത് പ്രയോഗിക്കാനായിട്ട്. ഇനി ഗോമൂത്രം നമുക്ക് വേണമെങ്കിൽ വളമായിട്ട് കൊടുക്കാം, വെർമി വാഷ് കൊടുക്കാം. വെർമി വാഷും ഗോമൂത്രവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതൊരു 8 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇനിയും നമുക്ക് വേണമെങ്കിൽ പിണ്ണാക്കുകളും, അതായത് കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഇത് ചേർത്ത് കലക്കി വെച്ച് ഒരു ജൈവ സ്ലറി തയ്യാറാക്കി വേണമെങ്കിൽ നമ്മുടെ വിളകൾക്ക് പ്രയോഗിക്കാം. ഈ ജൈവ സ്ലറി തയ്യാറാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു കുട്ട ചാണകം, പച്ചച്ചാണകം, അതായത് ഒരു കുട്ട എന്ന് പറയുമ്പം ഏകദേശം ഒരു 20 കിലോ ചാണകം വരും. അതിൻ്റെ കൂടെ ഒരു 2 കിലോ കടല പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്. അപ്പം 20 കിലോ പച്ചച്ചാണകം അല്ലെങ്കിൽ ഒരു കുട്ട പച്ചച്ചാണകം, 2 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്. ഇത് ഇത്രയും ഒരുമിച്ച് കലക്കി ഒരു ബാരലിലോ മറ്റോ ആക്കി വെക്കുക, പ്ലാസ്റ്റിക് ബാരലിലോ മറ്റോ കലക്കി വെക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട, ഇനി നമ്മൾ ഈ മിശ്രിതം പുളിപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഒരു 5 മുതൽ 7 ദിവസം കൊണ്ട് ഈ മിശ്രിതം നന്നായിട്ട് പുളിച്ച് കിട്ടും. അപ്പൊ ഈ മിശ്രിതം പുളിക്കുന്ന സമയത്ത് ഒരു രൂക്ഷമായിട്ടുള്ള ഗന്ധം, ദുർഗന്ധം എന്ന് തന്നെ നമുക്ക് പറയാം, ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വീടിന്റെ സമീപ പ്രദേശത്തൊക്കെ ഈ ബയോസ്ലറി തയ്യാറാക്കി വെക്കാതെ അല്പം മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പം പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവ കലക്കി ഒരു ബാരലിലാക്കി വെച്ച് ജൈവ സ്ലറി അല്ലെങ്കിൽ ബയോ സ്ലറി തയ്യാറാക്കുക. ഈ സ്ലറി ഒരു 5 മുതൽ 7 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 8 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ 10 ദിവസം ഇടവിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നതിന്, ജൈവ കൃഷിയിലാണ്, ജൈവ രീതിയിലാണെങ്കിലും നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുന്നതിന് ഈ രീതിയിലുള്ള വളപ്രയോഗം സഹായിക്കും. അതിപ്പം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് ആ വളപ്രയോഗം നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷെ വളപ്രയോഗം നടത്തുന്നതിൽ നമ്മൾ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ഇനിയും നമുക്ക് കൃഷിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് ജീവാണുവളങ്ങൾ. ചെടികളിലെ പോഷക ലഭ്യതയ്ക്ക് വേണ്ടി ജീവാണുക്കളെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിനെയാണ് നമ്മൾ ജീവാണു വളങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വിപണിയിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ജീവാണു വളങ്ങൾ വിപണിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നൈട്രജൻ ജീവാണു വളങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള നൈട്രജൻ ജീവാണുവളങ്ങളാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത്. റൈസോബിയം, അസറ്റോബാക്ടർ, അതുപോലെ അസോസ്പൈറില്ലം. റൈസോബിയം, അസറ്റോബാക്ടർ, അസോസ്പൈറില്ലം. ഇതിൽ വഴുതന വർഗ പച്ചക്കറി വിളകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജീവാണുവളം അസറ്റോബാക്ടർ ആണ്. റൈസോബിയം പയറുവർഗ വിളകൾക്കാണ് ഉപയോഗിക്കുന്നത്. അസോസ്പൈറില്ലം നമ്മൾ സാധാരണയായിട്ട് നെൽകൃഷിയിലും അതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കൃഷിയിലും ഒക്കെയാണ് നമ്മൾ അസോസ്പൈറില്ലം ഉപയോഗിക്കുന്നത്. വഴുതന വർഗ പച്ചക്കറികൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അസറ്റോബാക്ടർ എന്ന് പറയുന്ന ജീവാണുവളമാണ്. ഇത് നമുക്ക് വിത്ത് പരിചരിക്കുന്നതിന് ഉപയോഗിക്കാം.
അതുപോലെ തൈകൾ നഴ്സറിയിൽ നിന്ന് ഇളക്കി നടുന്ന സമയത്ത് തൈകളുടെ വേര് മുക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ മണ്ണിൽ പ്രയോഗിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. ഈ ജീവാണുവളങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. വിത്ത് ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തൈകൾ ഇളക്കി നടുന്ന സമയത്ത് തൈകളുടെ വേര് മുക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ മണ്ണിൽ പ്രയോഗിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ വിത്ത് പരിചരിക്കുന്ന രീതി അല്ലെങ്കിൽ വിത്ത് ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ വിത്ത് നടുന്നതിന് മുമ്പായിട്ട് ഇത് വാഴയിലയിലോ പേപ്പറിലോ മറ്റോ നിരത്തുക, അല്പം വെള്ളം തളിച്ച് ഈ വിത്ത് നനയ്ക്കുക. ഒരു 100 ഗ്രാം വിത്തിന് 10 ഗ്രാം എന്നുള്ള തോതിൽ ജീവാണുവളത്തിന്റെ പൊടി ഈ വിത്തുമായിട്ട് നന്നായി കൂട്ടി യോജിപ്പിക്കുക. ഇതൊരു 30 മിനിറ്റ് ഈ ജീവാണുവളത്തിന്റെ പൊടി ഈ വിത്തിൽ പിടിക്കാനായിട്ട് അനുവദിക്കുക. യാതൊരു കാരണവശാലും വെയിലത്ത് വെച്ച് ജീവാണുവളം പുരട്ടിയ വിത്ത് ഉണക്കരുത്. തണലത്ത് തന്നെ വെച്ച് ഒരു 30 മിനിറ്റ് ഈ ജീവാണുവളം പുരട്ടിയ വിത്ത് ഉണങ്ങാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് വിത്ത് നടാം. അപ്പം ഈ ജീവാണുവളം പുരട്ടിയ വിത്ത് ഒത്തിരി സമയം ഒക്കെ സൂക്ഷിച്ചു വെച്ചാൽ ഈ ജീവാണുക്കൾ നശിച്ചു പോകാനായിട്ടൊക്കെയുള്ള സാധ്യതയുണ്ട്. കഴിയുന്നതും ജീവാണുവളം പുരട്ടിയ വിത്ത് അന്ന് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കണം. ഇനിയും തൈകളുടെ വേര് മുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ജീവാണുവളത്തിന്റെ അല്പം കട്ടി കൂടിയ ലായനി തയ്യാറാക്കുക. അപ്പോൾ ഒരു 1/4 കിലോ ജീവാണുവളം ഒരു 750 മുതൽ 1 ലിറ്റർ വെള്ളത്തിൽ, 1/4 ലിറ്റർ മുതൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് നഴ്സറിയിൽ നിന്ന് പിഴുതെടുക്കുന്ന തൈകളുടെ വേര് ഒരു അരമണിക്കൂർ മുക്കി വെക്കുക. അതിനുശേഷം നടുക. ഇനി മണ്ണിൽ പ്രയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, ചാണകപ്പൊടിയോടോ കമ്പോസ്റ്റിനോടോ ഒപ്പം ജീവാണുവളം ചേർക്കുക. ജീവാണുവളം ചേർക്കുമ്പോൾ 1 കിലോ ചാണകപ്പൊടിക്ക് അല്ലെങ്കിൽ കമ്പോസ്റ്റിന് 20 ഗ്രാം എന്നുള്ള തോതിലാണ് ജീവാണുവളം ചേർക്കേണ്ടത്. ഇത് നമുക്ക് എന്നിട്ട് മണ്ണിൽ പ്രയോഗിക്കാം. അപ്പം ഈ രീതിയിൽ നൈട്രജൻ ജീവാണുവളം പ്രയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ജീവാണുക്കൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ മണ്ണിലേക്ക് ആഗിരണം ചെയ്ത് ചെടികൾക്ക് ലഭ്യമാക്കും. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനാണ്. ചെടികളെ സംബന്ധിച്ച് ചെടികൾക്ക് വേണ്ടുന്ന പ്രധാന മൂലകങ്ങളിൽ ഒന്നാണ് നൈട്രജൻ. അപ്പൊ ഈ അന്തരീക്ഷ വായുവിൽ 78% നൈട്രജൻ ഉണ്ട്. ഈ അന്തരീക്ഷ വായുവിലുള്ള നൈട്രജന്റെ ചെറിയ ഒരു വിഹിതം ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിച്ചാൽ മറ്റ് യാതൊരുവിധ നൈട്രജൻ വളങ്ങളും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പൊ അവിടെയാണ് ഈ നൈട്രജൻ ജീവാണുവളങ്ങൾ പ്രവർത്തിക്കുന്നത്. നൈട്രജൻ ജീവാണുവളങ്ങൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള നൈട്രജനെ മണ്ണിലേക്ക് ആഗിരണം ചെയ്ത് ചെടികൾക്ക് ലഭ്യമാക്കും. അപ്പം ഈ നൈട്രജൻ ജീവാണുവളങ്ങളുടെ ഉപയോഗത്തിലൂടെ ഏകദേശം 25% നൈട്രജൻ രാസവളങ്ങളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കർഷകർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് ജീവാണുവളങ്ങൾ. ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഫോസ്ഫറസ് ജീവാണുവളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ഫോസ്ഫോ ബാക്ടീരിയയാണ് ഫോസ്ഫറസ് ജീവാണുവളം. ഇത് നമുക്ക് വിത്തിൽ പുരട്ടുന്നതിനും അതുപോലെ തൈകൾ മുക്കുന്നതിനും മണ്ണിൽ പ്രയോഗിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം. ഈ ഉപയോഗിക്കേണ്ട രീതി, നൈട്രജൻ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫോസ്ഫോ ബാക്ടീരിയയും ഉപയോഗിക്കാം. ഫോസ്ഫോ ബാക്ടീരിയയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, മണ്ണിലുള്ള ഫോസ്ഫറസിനെ, വെള്ളത്തിൽ ലയിക്കാത്ത രൂപത്തിലേക്ക് മാറ്റപ്പെട്ട ഫോസ്ഫറസിനെ വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ചെടികൾക്ക് ലഭ്യമാക്കും. അപ്പം മണ്ണിലുള്ള ഫോസ്ഫറസിന്റെ ലഭ്യത മെച്ചപ്പെടുത്താനായിട്ട് ഫോസ്ഫോ ബാക്ടീരിയയ്ക്ക് സാധിക്കും. അപ്പം ജീവാണുവളങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കർഷകർക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന, പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഈ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ചെടികളുടെ വിളവ് 20 മുതൽ 30% വർദ്ധിക്കുന്നു എന്നുള്ള ചില പഠനങ്ങളുണ്ട്. അതുപോലെ നൈട്രജൻ ഫോസ്ഫറസ് രാസവളങ്ങളുടെ ഉപയോഗം നമുക്ക് 25% കുറയ്ക്കാനായിട്ട് സാധിക്കും. ജീവാണുക്കളുടെ പ്രവർത്തനത്തിലൂടെ മണ്ണ് നല്ല ബയോളജിക്കലി ആക്റ്റീവ് ആകും. അതുപോലെ മണ്ണിന്റെ വളക്കൂറ്, സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ മണ്ണിന്റെ വളക്കൂറ് നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ പരിസ്ഥിതിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലുള്ള ഒരു വളപ്രയോഗം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കൾ ഈ ജീവാണുവളങ്ങളുടെ പ്രയോഗം മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും അടുത്തതായിട്ട് നിങ്ങൾക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ജീവാണുവാണ് മൈക്കോറൈസ.
ഇത് കർഷകരുടെ ഇടയിൽ വാം എന്ന പേരിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. മൈക്കോറൈസ എന്ന് പറയുന്നത് ഒരു മിത്ര കുമിളാണ്. നേരത്തെ ഞാൻ ട്രൈക്കോഡെർമ പറഞ്ഞപ്പോഴും പറഞ്ഞു ഒരു മിത്ര കുമിളാണ്. മൈക്കോറൈസയും ഒരു മിത്ര കുമിളാണ്. പക്ഷേ ഇത് ട്രൈക്കോഡെർമ പോലല്ല. ഇത് ചെടികളുടെ ചുറ്റുമുള്ള മണ്ണില് ചെടികളുടെ വേര് പടലവുമായിട്ട് ചേർന്ന് സഹവസിച്ച് ജീവിക്കുന്ന ഒരു മിത്ര കുമിളാണ് മൈക്കോറൈസ. അപ്പം ഇതിന് ധാരാളം മെച്ചമുണ്ട്. മൈക്കോറൈസ എന്ന് പറയുന്ന ഈ കുമിള് ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. മണ്ണിലുള്ള രോഗകാരികളായിട്ടുള്ള കുമിളുകൾക്കെതിരെ പ്രതിരോധ ശേഷി ചെടികൾക്ക് നൽകുന്നു. അതുപോലെ മണ്ണിലുള്ള ഫോസ്ഫറസിന്റെ ലഭ്യത ചെടികൾക്ക് മെച്ചപ്പെടുത്തുന്നു. അതുപോലെ ഇത് ചെടികളുടെ വേര് പടലത്തിന്റെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നു. നമ്മൾ മൈക്കോറൈസ ഉപയോഗിച്ച് കൃഷി ചെയ്ത ഒരു ചെടിയും അത് ഉപയോഗിക്കാതെ കൃഷി ചെയ്ത ഒരു ചെടിയും പിഴുതു നോക്കിക്കഴിഞ്ഞാൽ മൈക്കോറൈസ ഉപയോഗിച്ച ചെടിയുടെ വേര് പടലം വളരെ കൂടുതലായിരിക്കും. അതിന്റെ അർത്ഥം തന്നെ ഈ ചെടിക്ക് കാര്യക്ഷമമായിട്ട് മണ്ണിൽ നിന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. ഈ മൈക്രോറൈസ ഉപയോഗിക്കുന്നതിലൂടെ ഒരു പരിധിവരെ ചെടികൾക്ക് വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷി ലഭിക്കുന്നുണ്ട്. മൈക്രോറൈസ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ KVK നടത്തിയ പല കൃഷിയുടെ പരീക്ഷണങ്ങളിലും കണ്ടത് ചെടികളുടെ വിളവ് ഒരു 15 മുതൽ 20% വിളവ് കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർഷകർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് മൈക്രോറൈസ. ഇത് നിങ്ങൾ ഒരുപക്ഷെ കുറച്ചു പേർക്കെങ്കിലും പരിചയമുണ്ടാകും. വാം എന്നുള്ള പേരിലാണ് കർഷകരുടെ ഇടയിൽ ഇത് കൂടുതലും അറിയപ്പെടുന്നത്. ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ തൈകൾ നടാനായിട്ട് നിലം ഒരുക്കുമ്പോൾ ഒരു തടത്തിന് 5 ഗ്രാം എന്നുള്ള തോതിൽ മണ്ണിൽ പ്രയോഗിക്കാൻ സാധിക്കും. ആയിട്ട് നമ്മൾ പറയുന്നത് PGPR എന്ന ജീവാണു വളത്തെ കുറിച്ചാണ്. PGPR ഇതുവരെ നമ്മൾ പറഞ്ഞത് ട്രൈക്കോഡെർമയും മൈക്കോറൈസയും ഒക്കെ ഓരോരോ സൂക്ഷ്മാണു ജീവികളായിരുന്നു. പക്ഷെ PGPR എന്ന് പറയുമ്പോൾ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ രോഗപ്രതിരോധത്തിനും അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ ഒരു സമൂഹമാണ് PGPR അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ. ഈ PGPR 2 ഫോർമുലേഷൻ ഉണ്ട്. PGPR 1 അതുപോലെ PGPR 2. PGPR 1 പ്രധാനമായിട്ടും ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ ജീവാണുവളങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ചാണകപ്പൊടിയോടോ കമ്പോസ്റ്റിനോടോ ഒപ്പം ചേർത്ത് മണ്ണിൽ പ്രയോഗിക്കാം. ഒരു 100 കിലോ ചാണകപ്പൊടിക്കോ അല്ലെങ്കിൽ കമ്പോസ്റ്റിനോടൊപ്പം നമുക്കൊരു 2 കിലോ PGPR യോജിപ്പിക്കാം. അപ്പൊ ഇതിലൂടെ നമുക്ക് രാസവളങ്ങൾ, അപ്പം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് വളങ്ങളുടെ മൂലകങ്ങളുടെ ലഭ്യത നമുക്ക് ഇതിലൂടെ ചെടികൾക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല ഈ PGPR 1 ഉപയോഗിക്കുന്നതിലൂടെ രാസവളങ്ങളുടെ ഉപയോഗം നമുക്കൊരു 25% മുതൽ 50% വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. PGPR നമുക്ക് വെള്ളായണി കാർഷിക കോളേജിന്റെ മൈക്രോബയോളജി വിഭാഗത്തിൽ നിന്നാണ് കർഷകർക്ക് കിട്ടുന്നത്. ഇനി അടുത്ത PGPR 2. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു PGPR-ന് 2 ഫോർമുലേഷൻ ഉണ്ട്. PGPR 1 ഉപയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിനാണ്. PGPR 2 നമ്മൾ ഉപയോഗിക്കുന്നത് രോഗപ്രതിരോധത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് വിത്ത് പരിചരിക്കുന്നതിനും അതുപോലെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തൈകൾ ഇളക്കി നടുന്ന സമയത്ത് തൈകളുടെ വേര് മുക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം. അപ്പം വിത്ത് പരിചരിക്കുന്നതിനും തൈകളുടെ വേര് മുക്കുന്നതിനുമൊക്കെ വിത്ത് പരിചരിക്കുന്നതിന് നമുക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ജീവാണുവളങ്ങൾ പറഞ്ഞപ്പോഴേ വിത്ത് പരിചരിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു. തൈകളുടെ വേര് മുക്കുന്നതിന് ഒരു 50 മുതൽ 100 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ആ ലായനിയിൽ തൈകളുടെ വേര് 20 മുതൽ 30 മിനിറ്റ് വെച്ചിട്ട് നടുക. ഇനിയും കൃഷിയിടങ്ങളിൽ സ്റ്റാൻഡിങ് ക്രോപ്പിന് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ചെടികളിൽ ബാധിക്കുന്ന പല വിധത്തിലുള്ള കുമിൾ രോഗങ്ങളെ വളരെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിന് ഈ PGPR-ന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കും.
ഇനിയും ഇങ്ങനെയുള്ള ജീവാണു വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും മണ്ണിൽ ആവശ്യത്തിന് നനവ്, ഈർപ്പമുണ്ടായിരിക്കണം. അതുപോലെ മണ്ണ് ജൈവസമ്പുഷ്ടമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജീവാണുക്കൾ മണ്ണിൽ പ്രവർത്തനക്ഷമമാകണമെങ്കിൽ മണ്ണിൽ ആവശ്യത്തിന് ജൈവാംശം ഉണ്ടായിരിക്കണം. അപ്പൊ മണ്ണിൽ ഈർപ്പമുണ്ടാകണം, മണ്ണിൽ ആവശ്യത്തിന് ജൈവാംശം ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, അമ്ലതയുള്ള മണ്ണിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് പ്രയോഗിച്ച് മണ്ണിന്റെ അമ്ലത ക്രമീകരിക്കണം. അതുപോലെ ജീവാണു വളങ്ങളും രാസവളങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കരുത്. ഇത് തമ്മിൽ കുറഞ്ഞത് ഒരു 2-3 ആഴ്ചത്തെ ഇടയകലം നൽകണം. ജൈവ വളങ്ങളുമായിട്ട് ജീവാണു വളങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചാരം അടങ്ങിയ ജൈവ വളങ്ങളുമായിട്ട് ഈ ജീവാണു വളങ്ങൾ കൂട്ടി യോജിപ്പിക്കരുത്. പിന്നെ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ജീവാണു വളങ്ങൾക്കെല്ലാം തന്നെ എക്സ്പയറി ഡേറ്റ് കാണും. അപ്പൊ ആ എക്സ്പയറി ഡേറ്റിനുള്ളിൽ അവ ഉപയോഗിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് ജൈവ വളപ്രയോഗത്തെക്കുറിച്ചും ജീവാണു വളപ്രയോഗത്തെക്കുറിച്ചുമാണ്. സ്വാഭാവികമായിട്ടും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് രാസവളങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ ചെടികൾക്ക് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ ജൈവാംശം വേണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ വഴുതന വർഗ വിളകളുടെ രാസവള പ്രയോഗം, ഇവയ്ക്ക് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള രാസവള പ്രയോഗം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തൈകൾ നട്ട് തൈകൾ ഒന്ന് വളരാനായിട്ട്, പുതിയ ഇലകൾ വരാനായിട്ട് തുടങ്ങുന്ന സാഹചര്യത്തിൽ നമുക്ക് അടിവളമായിട്ട് 1 സെന്റ് സ്ഥലത്ത്, അതായത് 40 ചതുരശ്ര മീറ്റർ സ്ഥലത്ത്, നേരത്തെ ഞാൻ പറഞ്ഞു 1 സെന്റ് സ്ഥലത്ത് എത്ര ചെടികൾ നമുക്ക് നടാനായിട്ട് സാധിക്കും എന്നുള്ള. വഴുതന എത്ര നടാൻ പറ്റും, തക്കാളി എത്ര നടാനായിട്ട് സാധിക്കും, മുളക് എത്ര നടാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 1 സെന്റ് സ്ഥലത്ത് വഴുതനവർഗ പച്ചക്കറികൾ കൃഷി ചെയ്യുമ്പോൾ അടിവളമായിട്ട് നമ്മൾ കൊടുക്കേണ്ട രാസവളങ്ങളാണ് പറയുന്നത്. യൂറിയ 320 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ മസൂറി ഫോസ് 800 ഗ്രാം, അതുപോലെ പൊട്ടാഷ് 80 ഗ്രാം. ഒന്നുകൂടെ പറയാം, യൂറിയ 320 ഗ്രാം, റോക്ക് ഫോസ്ഫേറ്റ് 800 ഗ്രാം, അതുപോലെ പൊട്ടാഷ് 80 ഗ്രാം. ഇത് നമ്മൾ തൈകൾ നട്ട് തൈകൾ ഒന്ന് പുതിയ ഇല വരാൻ തുടങ്ങുന്ന സമയത്ത് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ വളപ്രയോഗം നടത്താം. അടുത്തത് നമ്മൾ ഏകദേശം 1 മാസം കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരു മേൽവള പ്രയോഗം ചെയ്യാം. ഒരു 160 ഗ്രാം യൂറിയ, 80 ഗ്രാം പൊട്ടാഷ് 1 സെന്റ് സ്ഥലത്ത് മേൽവളത്തിനായിട്ട്, ആദ്യത്തെ മേൽവള പ്രയോഗത്തിനായിട്ട് 160 ഗ്രാം യൂറിയയും 80 ഗ്രാം പൊട്ടാഷും പ്രയോഗിക്കാവുന്നതാണ്. ഇനിയും തൈകൾ നട്ട് ഒരു 2 മാസമാകുമ്പോഴേ, ആദ്യത്തെ മേൽവളം കഴിഞ്ഞ് വീണ്ടും 1 മാസമാകുമ്പോൾ 160 ഗ്രാം യൂറിയ വീണ്ടും മേൽവളമായിട്ട് കൊടുക്കാം. അപ്പൊ ഈ രീതിയിലാണ് രാസവള പ്രയോഗം വഴുതന വർഗ വിളകൾക്ക് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും മേൽവളം നൽകുന്ന സമയത്ത് കളകൾ നീക്കം ചെയ്ത് വളം വെതറി മണ്ണിൽ കൊത്തിച്ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇളകിയ മണ്ണ് ചെടികൾക്ക് ചുറ്റും കൂട്ടിക്കൊടുക്കുകയും വേണം. അപ്പൊ നമ്മുടെ രാസവള പ്രയോഗം ഈ രീതിയിലാണ് പോകുന്നത്. ഇനിയും ഇനി നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത് ജൈവ പ്രയോഗത്തെ കുറിച്ചും രാസവളങ്ങള് പ്രധാനപ്പെട്ട മൂലകങ്ങൾ ലഭ്യമാക്കുന്നതിനെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ മണ്ണില് ചില ഉപമൂലകങ്ങളുടെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ഒക്കെ കുറവ് സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഉപമൂലകങ്ങൾ കാൽസ്യവും മഗ്നീഷ്യവും, അതുപോലെ സൂക്ഷ്മ മൂലകങ്ങൾ ബോറോണും സിങ്കും, ഇതൊക്കെ നമ്മുടെ മണ്ണിൽ ഇവയുടെയൊക്കെ അഭാവം മൂലം നമ്മുടെ ചെടികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഉപമൂലകങ്ങൾ ഞാൻ പറഞ്ഞു, കാൽസ്യത്തിന്റെ കുറവ് കാരണം നമ്മുടെ ചെടികളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കുരുന്നിലകളിൽ മഞ്ഞളിപ്പ് കാണാറുണ്ട്. അതുപോലെ ഇലകളുടെ അരികുകൾ തവിട്ട് നിറത്തിലാകുന്നു, ഇലകൾ മൂപ്പെത്താതെ കൊഴിയുന്നു, കായ്കൾ ചെറുതും ചുളുങ്ങിയതുമായിട്ട് കാണപ്പെടുന്നു.
അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, കൃഷി ആരംഭിക്കുന്ന സമയത്ത് മണ്ണിൽ ശരിയായ രീതിയിൽ കുമ്മായം ഡോളമൈറ്റും ഒക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഈ കാൽസ്യത്തിന്റെ വലിയ കുറവ് അഭാവം മൂലമുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം ഈ പടത്തിൽ കാണുന്ന തക്കാളി ഈ അടുത്തിടെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാണ്. ഇതുപോലെ ഒരു തക്കാളിയുടെ പടം പോസ്റ്റ് ചെയ്തിട്ട് അവർ ഇതിന് എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞ് കർഷകർ ചോദിച്ചിട്ടുണ്ട്. ഇത് തക്കാളിയിലെ ബ്ലോസം ആൻഡ് റോട്ട് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ഇത് പ്രധാനമായിട്ടും കാൽസ്യത്തിന്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാൽസ്യം ഇങ്ങനെയുള്ള പ്രശ്നം നമ്മൾ കാണുമ്പോൾ കാൽസ്യം നൈട്രേറ്റ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ ഫ്രൂട്ട് സെറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഒരു പരിധി വരെ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന ഉപമൂലകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം. മൂത്ത ഇലകൾ വിളറിയ പച്ച നിറത്തിലോ അതുപോലെ നേർത്ത പച്ച വരകളോടുമൊക്കെ കാണപ്പെടും. അതുപോലെ ഇലയുടെ തുമ്പിൽ നിന്ന് മധ്യഭാഗം വരെ ഇലയുടെ നിറം നഷ്ടപ്പെട്ട് നശിച്ചു പോകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം കാണുന്നുണ്ട്. അപ്പം മഗ്നീഷ്യത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് പ്രയോഗിക്കാം. ഇത് മണ്ണിൽ മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നേർപ്പിച്ച് ഇലകളിൽ സ്പ്രേ ചെയ്ത് ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കാം. ഈ രീതിയിൽ താണ്ട് ഇപ്പൊ കാണുന്ന ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടായ പ്രശ്നമാണ്. അപ്പൊ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ മഗ്നീഷ്യത്തിന്റെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി ആരംഭിക്കുന്ന സമയത്ത് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിൽ നമ്മൾ ഡോളമൈറ്റ് ഒക്കെ പ്രയോഗിച്ചാൽ നമുക്ക് ഈ കാൽസ്യം മഗ്നീഷ്യം മൂലകങ്ങളുടെയൊക്കെ കുറവ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇനി സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം ഞാൻ നേരത്തെ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ മണ്ണിൽ സിങ്കിന്റെയും ബോറോണിന്റെയും ഒക്കെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മണ്ണിൽ കാണുന്നത്. സിങ്ക് എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകത്തിന്റെ അഭാവത്തിൽ ചെടികളുടെ വളർച്ച മുരടിക്കുന്നതായിട്ടും അതുപോലെ ചെടികളുടെ മുട്ടുകൾ തമ്മിലുള്ള അകലങ്ങൾ കുറഞ്ഞ് ചെടി കുറ്റിക്കുന്നതായിട്ടും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ നാമ്പിലകൾ ചെറുതായി അഗ്രഭാഗം ഇങ്ങനെ കൂർത്ത് കുന്തം പോലെയൊക്കെ കാണപ്പെടും. അപ്പം സിങ്കിന്റെ അഭാവം പരിഹരിക്കുന്നതിന് നമുക്ക് സിങ്ക് സൾഫേറ്റ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഫോളിയാർ സ്പ്രേ ആയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പടത്തിൽ കാണുന്നത് സിങ്ക് ഡെഫിഷ്യൻസി മൂലം ഉള്ള ഒരു ശിഖരമാണ്. പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് സിങ്ക് സൾഫേറ്റ് സ്പ്രേ കൊടുക്കാവുന്നതാണ്. ഇനി ബോറോൺ നമ്മുടെ ചെടികളിൽ ബോറോണിന്റെ അഭാവത്തിൽ ചെടികളുടെ അഗ്രഭാഗം തടിച്ചു വീർക്കുന്നതായിട്ട് കാണാറുണ്ട്. നാമ്പലകൾ വിടരാതെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ മൂത്ത ഇലകൾ, പ്രായമുള്ള ഇലകൾ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഇത് മണ്ണ് പരിശോധിപ്പിച്ചാൽ നമ്മുടെ മണ്ണിൽ സൂക്ഷ്മമൂലകങ്ങളുടെ കുറവുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ മൈക്രോ ഫുഡ് ഒക്കെ നമുക്കിപ്പോൾ വിപണിയിൽ വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ വെജിറ്റബിൾ മൈക്രോ ഫുഡ് ഒക്കെ ഉപയോഗിക്കാം. ഇനി അതൊന്നും ചെയ്യാതെ നമ്മൾ കൃഷി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ബോറോൺ നമുക്ക് കൊടുക്കാം. ബോറോൺ വരുമ്പോൾ നമുക്ക് ബോറാക്സ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സോളിബർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് സ്പ്രേ ചെയ്യാം, ഇലകളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്. തക്കാളിയിൽ ചില സമയത്തൊക്കെ കാണുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ ഫ്രൂട്ട് ക്രാക്കിങ്, കായ്കൾ വിണ്ടു വരും. ഇത് ബോറോണിന്റെ അഭാവത്തില് ബോറോണിന്റെ കുറവ് മൂലം കായ്കളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ബോറോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനെന്നുള്ള തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഇലകളിൽ സ്പ്രേ. ഇനി ഇത് തക്കാളി, ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാകുന്ന തക്കാളികൾ അത് ഹൈബ്രിഡ് ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുമ്പോൾ തക്കാളി മുറിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ഉൾഭാഗത്ത് ഒരു ഹോളോ, അതായത് പൊള്ളയായിട്ടുള്ള ഭാഗങ്ങൾ കാണപ്പെടും. ഉൾഭാഗത്തെ മാംസളമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ഈ പുറം കവചത്തിനും ഇതിനും ഇടയ്ക്ക് ഒരു പൊള്ളയായിട്ടുള്ള ഭാഗങ്ങൾ രൂപപ്പെട്ടതുപോലെ കാണും. ഇത് പോഷകങ്ങളുടെ അഭാവം മൂലം സംഭവിക്കുന്നതല്ല. ഈ ചെടിയുടെ എംബ്രിയോ അബോർഷനും അതുപോലെ ചെടികളുടെ അണ്ടത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ്. എങ്കിലും ഇതിന് പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് ബോറാക്സ് സ്പ്രേ ആണ്. ബോറാക്സ് അല്ലെങ്കിൽ സോളിബർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്.
അപ്പം ഇങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങളുടെയൊക്കെ കുറവ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ മൈക്രോ ഫുഡ് ഉപയോഗിക്കാം. വെജിറ്റബിൾ മൈക്രോ ഫുഡ് പല നമ്മുടെ കേരള കാർഷിക സർവകലാശാല സമ്പൂർണ്ണ എന്ന പേരിൽ ഒരു മൈക്രോ ന്യൂട്രിയൻ മിക്സ്ചർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം വെജിറ്റബിൾ സ്പെഷ്യൽ എന്ന പേരിൽ ഒരു മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ പ്രൈവറ്റ് കമ്പനികളുടെ മൈക്രോന്യൂട്രിയൻ മിക്സ്ചർ മൈക്രോ ഫുഡ് എന്ന് പറയുന്ന വിപണിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങി നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാം. ഇലകളിൽ വെള്ളത്തിൽ കലക്കി ഇലകളിൽ ഫോളിയാർ സ്പ്രേ ആയിട്ട് കൊടുക്കാം. അതുപോലെ മണ്ണിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പം സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്, മണ്ണ് പരിശോധിപ്പിച്ച് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് കാണുന്ന പക്ഷം നിങ്ങൾക്ക് ഈ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളൊക്കെ അല്ല പരിഹാര മാർഗങ്ങളൊക്കെ സ്വീകരിക്കാവുന്നതാണ്. അപ്പം എൻ്റെ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏകദേശം എല്ലാം തന്നെ പറഞ്ഞു തീർത്തു. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനകത്ത് അറിയാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.